സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ വസുന്ധര മെഡിക്കൽസ് തുടരുന്നു. വസുന്ധര വാസവദത്തയ്ക്ക് പകരമായി ഓരോ രാവിലും പുതിയ പുതിയ ഭർത്താക്കന്മാർ. എത്ര ഭർത്താക്കന്മാരെ വേണമെങ്കിലും കിട്ടും. തേനൂലുന്ന വാക്കുകൾ, മധുരതരങ്ങളായ വാഗ്ദാനങ്ങൾ. സമൂഹത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വസുന്ധര കടന്നു വന്നു. വൻ തോക്കുകളായ ബിസിനസ്സുകാർക്ക് വേണ്ടി വൻ തുക കൈപ്പറ്റിക്കൊണ്ട് ഞാൻ പണി ചെയ്തു. ബിസിനസ്സുകളുടെ വിപുലീകരണത്തിന് വേണ്ടി, പുതിയ പുതിയ പാർട്ട്നേഴ്സിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി. ഔദ്യോഗിക മണ്ഡലങ്ങളിലെ കാര്യസാധ്യതകൾക്കും വസുന്ധരയെ സമീപിച്ചാൽ നിഷ്പ്രയാസം സാധിക്കുമെന്ന് എല്ലാ വമ്പന്മാരും മനസ്സിലാക്കി. രാഷ്ട്രീയത്തിലും മന്ത്രിസഭാ തലത്തിലും വസുന്ധരയ്ക്ക് സ്വാധീനമുണ്ട്. ടൂറിസ്റ്റ് ബംഗ്ലാവുകളിലെ പ്രധാനപ്പെട്ട ആതിഥേയ വസുന്ധരയാണ്. ടൗണിൽ ഞാനൊരു വലിയ ഫ്ലാറ്റ് വാങ്ങി. വസുന്ധര അവിടെ താമസിച്ചു. പണം ധാരാളമായി. പക്ഷേ എനിക്ക് തൃപ്തിയാകുന്നില്ല. ഇനിയും പണം വേണം. അതിനെന്താ വഴി? ആ വഴി തേടി ഞാൻ അലയുകയാണ്. മിസ്റ്റർ പവിശങ്കർ, നിനക്ക് മുഷിഞ്ഞുവോ? വസുന്ധര ശങ്കർ ചോദിച്ചു. അവൻ മിണ്ടിയില്ല. അവരെ തന്നെ നോക്കിക്കൊണ്ട് അവൻ ഇരിക്കുകയാണ്. ഇതുവരെ നീ കേട്ടത് എൻ്റെ യാതനയുടെയും വേദനയുടെയും കഥയാണ്. ഇനി വഴി മാറി ചവിട്ടാം. ഞാൻ ഇനി തുടങ്ങുന്നത് മറ്റൊരു കഥയാണ്. ഞാൻ വസുന്ധരയായി പുനർജനിച്ചത് എന്തിന്? എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. എന്നോട് ഈ ദ്രോഹങ്ങൾ ചെയ്തവന്മാരോടൊക്കെ ദൈവം പകരം ചോദിക്കട്ടെ എന്ന് സമാധാനിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പകരം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ ചാൻസ് എന്തിനാ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു? എനിക്ക് തന്നെ ആയിക്കൂടെ? അതാണ് എനിക്ക് സംതൃപ്തി. എൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. ചുമ്മാതെ ജീവിച്ചങ്ങ് മരിക്കാനാണെങ്കിൽ എനിക്ക് എത്രയോ അവസരങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതെ, എൻ്റെ പ്രതികാരങ്ങളുടെ കഥ തുടങ്ങുകയാണ്. 2 നീ അറിഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ, പിന്നെ തോമസിൻ്റെ മകൾ സൂസൻ തോമസിൻ്റെ. അതിന് 2 മുമ്പ് ഒരു കൊലപാതകം കൂടി ഞാൻ നടത്തി. അവസരങ്ങൾക്കായി കാത്തു കഴിയുന്ന വസുന്ധരയ്ക്ക് മുമ്പിലെത്തി ജയദേവൻ മാഷ്. വർഷങ്ങൾക്ക് ശേഷം, വളരെ വർഷങ്ങൾക്ക് ശേഷം, ഓർക്കാപ്പുറത്തൊരു നിമിഷം ജയദേവൻ മാഷ് എൻ്റെ മുൻപിലെത്തപ്പെട്ടു. മുടിയിഴകൾ അങ്ങിങ്ങായി നരച്ചിട്ടും അയാളിലെ അടങ്ങാത്ത കാമസർപ്പത്തിനിഴയാൻ ചൂടുള്ള ശരീരം തേടി അലിയുമ്പോൾ എൻ്റെ അടുത്തെത്തി. ഞാനാണെന്നറിയാതെ മദ്യത്തിനടിമയായ അയാൾ എൻ്റെ ശരീരത്തിഴഞ്ഞു. അറിഞ്ഞുകൊണ്ട് ഞാൻ അയാളെ അനുവദിച്ചു. എന്നിട്ട് അയാൾക്ക് ഞാൻ പണ്ടത്തെ ആ രാത്രിയെക്കുറിച്ച് വിവരിച്ചു കൊടുത്തു. അയാളിലെ നടുക്കം എന്നിലെ ആനന്ദമായി തീർന്ന നിമിഷമായിരുന്നു അത്. അയാളെ ഞാൻ വെളിയിലേക്ക് തള്ളി ഇറക്കി. അയാളുടെ ബാഗ് ആ മുറിയിലുണ്ടായിരുന്നു. അതുകൂടി ഞാൻ അയാളുടെ കൈകളിൽ പിടിപ്പിച്ചു. വാതിൽ വലിച്ചടച്ചു. വസുന്ധര എന്ന സ്വന്തം പേരിനടിയിൽ വരയിട്ടു. നമ്പർ 1 എന്ന് കുറിച്ചിട്ടു. ഇവിടെ വസുന്ധരയുടെ പ്രതികാരം ആരംഭിക്കുകയാണ്. മിസ്റ്റർ പവിശങ്കർ, അയാളുടെ വീട്ടിൽ ചെന്നെത്തിയില്ല. വീട്ടിൽ ചെല്ലുമെന്ന് ഞാൻ കണക്ക് കൂട്ടി. ഇതിൽ പിഴവ് പറ്റി. അയാളുടെ മരണം ഞാൻ കണക്ക് കൂട്ടിയതിൽ ഇത്തിരി കൂടി നേരത്തെ നടന്നു. വഴിയിൽ കിടന്ന് മരിക്കാനായിരുന്നു അയാളുടെ വിധി. അയാളുടെ ബാഗിൽ മദ്യക്കുപ്പി ഉണ്ടായിരുന്നു. വീട്ടിൽ ചെന്നേ അയാളത് കഴിക്കൂ എന്ന് ഞാൻ കണക്ക് കൂട്ടി. പക്ഷേ വഴിയിൽ വെച്ച് അയാൾ ആ കുപ്പിയിലെ ദ്രാവകം വായിലൊഴിച്ചു. അവിടെ കിടന്നു മരിച്ചു. കാരണം ആ കുപ്പിയിലെ ദ്രാവകത്തിൽ ഞാൻ വിഷം കലർത്തിയിരുന്നു. പ്രതികാരങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടവർക്കായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പൊട്ടാസ്യം സയനൈഡ്. അവൻ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അതറിഞ്ഞ നിമിഷം വസുന്ധര പൊട്ടിച്ചിരിച്ചു. നമ്പർ 1, ആദ്യത്തെ ഭാഗ്യം ആ നീചന്. പവിക്കറിയണോ മിസ്റ്റർ ജയദേവൻ മാഷ് ആരെന്ന്? അയാളെയും താൻ അറിയുന്നതാണോ? പവിശങ്കർ ഒരു വിറയലോടെ നോക്കി. രതിയുടെ അച്ഛൻ. പവിശങ്കർ മലച്ചുപോയി. രതിയുടെ അച്ഛൻ. ആ മനുഷ്യനെ ഇവർ കൊന്നതാണെന്നോ? മദ്യത്തിൽ വിഷം കലർത്തി കഴിച്ച അച്ഛൻ ആത്മഹത്യ ചെയ്തു. കാരണം അജ്ഞാതം. രതി എന്ന് പറഞ്ഞത് ഓർത്തു. പക്ഷെ അവൾക്കറിയില്ല അവളുടെ അച്ഛൻ്റെ മരണം കൊലപാതകമാണെന്ന്. ആ കൊലയാളി ഞാനാണെന്ന്. വസുന്ധര ശങ്കർ പറഞ്ഞു. ഒരു ദിവസം അവളുടെ അമ്മയാണ് എന്നെ കാണാനെത്തിയത്. എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ലില്ലിയുടെ കത്തുമായാണ് ആ സ്ത്രീ എത്തിയത്. അന്ന് ഞാൻ അറിഞ്ഞു ജയദേവൻ എന്ന നരാധവൻ ഒരു നല്ല ഭർത്താവോ നല്ല പിതാവോ ആയിരുന്നില്ല എന്ന്. പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ തുക പോലും മദ്യത്തിനും പെണ്ണിനുമായി വീതിച്ച് നൽകിയവൻ. ഞാൻ ചെയ്തത് സത്യത്തിൽ ആ കുടുംബത്തിന് ദ്രോഹമല്ല, പകരം ഉപകാരമായിരുന്നു എന്നാ നിമിഷത്തിൽ മനസ്സിലായി. ഉപയോഗയോഗ്യമല്ലാത്ത ഉപദ്രവങ്ങൾ മാത്രം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു എന്തു തന്നെയായാലും നശിപ്പിച്ച് കളയണം. സൂക്ഷിച്ചാൽ കൂടുതൽ ഉപദ്രവകാരിയായ പരിണമിക്കൂ. ഞാൻ ആ തല വെട്ടി ആ കുടുംബത്തെ രക്ഷിച്ചു. രതിക്ക് ഞാൻ വസുന്ധര മെഡിക്കൽസിൽ ജോലി നൽകി. ചുറുചുറുക്കുള്ള ഒരു നല്ല പെൺകുട്ടി. ഞാൻ പറയുന്നത് എന്തും അവൾ അനുസരിക്കുമായിരുന്നു. അവൾ എന്നെ സ്വന്തം അമ്മയായി കരുതി. ഞാൻ അവളെ മകളായി കരുതി. നുണ ആർത്തു വിളിക്കാൻ പവിശങ്കറിന് തോന്നി. അത് വായിച്ചറിഞ്ഞതുപോലെ വസുന്ധര ശങ്കർ പറഞ്ഞു.
പവി, ഞാൻ ഇത്രയും സമയം സംസാരിച്ചതിൽ ഒരു ചെറിയ അക്ഷരം പോലും അസത്യമില്ല. ഒരു കുമ്പസാര കൂട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് കരുതൂ. ലിസ്റ്റിൽ പേരുള്ളവരെ ഞാൻ തപ്പിപ്പിടിച്ചു. പക്ഷേ ഒരവസരം മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതോടെ ആ പേര് വെട്ടും. ജയദേവൻ്റെ പേര് വെട്ടിയാൽ പിന്നെ മകളോട് വകയില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, രതി നല്ല കുട്ടിയാണ്. പക്ഷേ പവി, തോമസിനോടുള്ള പക തീർക്കാൻ ഞാൻ മകളെ തിരഞ്ഞെടുത്തു, സൂസൻ തോമസിനെ. ഓരോരുത്തരും അർഹിക്കുന്ന ശിക്ഷയായിരിക്കണം. ഒരേ ഒരു മകൾ, അവളുടെ മരണം. അയാളുടെ മരണം വരെ അയാൾ നീറി നീറി സ്വയം ഇല്ലാതാകണം. അപ്പനോടുള്ള പക തീർക്കാൻ ഞാൻ ഒരു മകളെ കൂടി തിരഞ്ഞെടുത്തു, ശേഖരേട്ടൻ്റെ മകൾ കൃഷ്ണേന്ദു. രവിശങ്കറിൻ്റെ ശ്വാസം നിലച്ചുപോയി. വായ പിളർന്ന പടി അവൻ കണ്ണും തുറിച്ചിരുന്നു. ശേഖരേട്ടൻ ആരെന്നറിയില്ലേ? ഒരിക്കൽ എൻ്റെ ജീവൻ്റെ ജീവനായിരുന്നവൻ. ഒരു സ്ത്രീക്ക് ആത്മാർത്ഥതയോടെ ഒരേ ഒരു പുരുഷനെ മാത്രമേ സ്നേഹിക്കാനാവൂ എന്ന് ഞാൻ പറയുന്നു. ശേഖരേട്ടനെ എനിക്കൊരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ഈ നിമിഷത്തിലും അത്രയ്ക്ക് അറുത്തു മുറിക്കാനാവാത്ത ആത്മബന്ധമായിരുന്നു എനിക്കത്. ഒരുപക്ഷെ അതെനിക്ക് മാത്രമുള്ള പ്രത്യേകതയാണോ? ആവാം. എനിക്കുണ്ടായിരുന്ന ഏക അയോഗ്യത പണമില്ല എന്നത് മാത്രമായിരുന്നു. 21 വർഷത്തെ സ്നേഹബന്ധത്തെ വെട്ടിക്കഷ്ണിക്കാൻ സ്ത്രീധനം എന്ന ഇരുതലമൂർച്ചയുള്ള ആയുധം എത്തി. അതിഭീകരങ്ങളായ ദുരന്തങ്ങൾ വാരി വിതയ്ക്കുന്ന കത്തി. ശേഖരേട്ടനെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ടെനിക്ക്. ഒരിക്കലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു ശരീരമുണ്ടെനിക്ക്. അന്ന് ഞാൻ കാലു പിടിച്ചു. പക്ഷേ അതിനെനിക്ക് കിട്ടിയ മറുപടിയോ? അതുകൊണ്ട് നിലം വാങ്ങാൻ ഒക്കുമോ എന്ന്. എൻ്റെ കന്യാകാത്വത്തിന് നേരെ ആദ്യമേറ്റ ചാട്ടവാറടി. അതേൽപ്പിച്ചതോ ശേഖരേട്ടൻ. എൻ്റെ ആത്മാവിനാണ് അടിയേറ്റത്. അടിയേറ്റ് മുറിവുണ്ടായി, ചോര പൊടിഞ്ഞു. ഇന്നും ആ മുറിവുണങ്ങിയിട്ടില്ല, ചോര നിന്നിട്ടില്ല. സുധ എന്ന പെണ്ണിന് അന്ന് മറുപടി പോലും പറയാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ വസുന്ധരയ്ക്ക് കഴിയും. പ്രതികാരത്തിൽ നിന്ന് ശേഖരേട്ടനെ പോലും ഒഴിവാക്കാൻ വസുന്ധരയ്ക്ക് കഴിയില്ല. അടിച്ച ചാട്ടവാർ കൊണ്ട് തന്നെ തിരിച്ചടിക്കണം. അടികൊണ്ട നെഞ്ചും മനസ്സും പൊട്ടിത്തുറക്കണം. ഞാൻ ശേഖരേട്ടനെ തപ്പി. 5 പെൺമക്കളാണ് ഉണ്ടായത് ആ മനുഷ്യന്. അച്ഛനെയും അമ്മയെയും അന്ത്യകാലത്ത് ചികിത്സിച്ച വകയിൽ കടമായി. ഉണ്ടായിരുന്ന വീടും പറമ്പും നിലവും വിറ്റ് കടം വീട്ടി. ഒരു ചെറിയ വീട് വാങ്ങി. അപ്പോഴാണ് രോഗം ശേഖരേട്ടനെയും പിടികൂടിയത്. ഒരിക്കൽ സുധയുടെ എല്ലാമായിരുന്ന ശേഖരേട്ടൻ്റെ ശരീരം തളർന്നു വീണു. സുധയുടെ മനസ്സിൻ്റെ ശാപഫലമാകാം, ദൈവം ശിക്ഷിച്ചതാകാം. പക്ഷേ വസുന്ധരയ്ക്കത് പോരാ. അവൾ തന്നെ ശിക്ഷിക്കണം, എങ്കിലേ തൃപ്തിയാകൂ. അതുകൊണ്ട് വസുന്ധര വല വിരിച്ചു. പോകുന്ന വഴികളിലെല്ലാം എൻ്റെ മിഴികൾ അവരെ തപ്പി. വർഷങ്ങളോളം തപ്പിയതിൻ്റെ ഫലമായി ഒരിക്കൽ കണ്ടുമുട്ടി. ഞാൻ അന്വേഷണത്തിൻ്റെ വല വിരിച്ചു. ഒക്കെ മനസ്സിലാക്കി. മൂത്ത മകൾ കൃഷ്ണേന്ദുവിന് ജോലിക്കുള്ള ഓർഡർ ആയിരുന്നു ഞാൻ ചൂണ്ടയിൽ കോർത്ത ഇര. നിശ്ചയം ഇരയെ വിഴുങ്ങുമെന്ന് അറിയാമായിരുന്നു. എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ഏറ്റവും കുറച്ച് ശമ്പളം കൊടുത്തത് ശേഖരേട്ടൻ്റെ മകൾക്കാണ്, 750 രൂപ. ശേഖരേട്ടൻ്റെ കുടുംബം രക്ഷപ്പെടരുത്, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. സ്ത്രീധനം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കെട്ടുപ്രായം കഴിഞ്ഞ മൂത്ത മകൾ, കെട്ടുപ്രായമായിക്കൊണ്ടിരിക്കുന്ന മറ്റ് 4 പെൺകുട്ടികൾ. ഞാൻ ക്രൂരമായി ചിരിച്ചു. പരിശുദ്ധമായ ഒരു ശരീരവും മനസ്സുമായി കാത്തിരുന്നാൽ ആ പെൺകുട്ടി വിവാഹക്കമ്പോളത്തിലെ വിലയില്ലാ ചരക്കാണെന്നു. പക്ഷേ കൈനിറയെ പൊന്നും പണവുമായി കാത്തിരുന്നാലോ? പരിശുദ്ധി അവിടെ പ്രശ്നമേയല്ല. ആ പണം വാരാൻ ആർത്തി പൂണ്ട കരങ്ങളാണ് ഏറെ. കൃഷ്ണേന്ദുവിന് പരിശുദ്ധിയുണ്ട്, സൗന്ദര്യമുണ്ട്. ഇല്ലാത്തത് പണം. അതുകൊണ്ട് അവൾ പിന്തള്ളപ്പെടുന്നു. അവൾക്കിളയവൾ അവളെ നോക്കി നെടുവീർപ്പെടുന്നു. സത്യം, ശേഖരേട്ടൻ പറഞ്ഞത് എത്ര ശരി. പരിശുദ്ധിയും കൊണ്ടിരുന്നാൽ നിലം വാങ്ങാൻ പറ്റുമോ? അതിനു വേണ്ടത് പണമാണ്. എങ്ങനെയുണ്ടാക്കിയ പണമായാലെന്ത്? പണമൊക്കെ പരിഹരിക്കും. എങ്കിൽ പിന്നെ കാത്തു സൂക്ഷിച്ച് കാത്തിരിക്കുന്ന പരിശുദ്ധി തന്നെ അങ്ങ് വിറ്റാലോ? കൃഷ്ണേന്ദു ബുദ്ധിമതിയാണ്, പ്രായോഗിക ബുദ്ധിയുണ്ടവൾക്ക്. എൻ്റെ ആശയം അവൾക്ക് ഏറ്റവും ശരിയായി തോന്നി. അതെ, അവളുടെ കന്യകാത്വം വിറ്റത് വസുന്ധരയാണ്, അവളുടെ പൂർണ്ണ സമ്മതത്തോടെ. അവളിന്ന് പണക്കാരിയാണ്, ഇപ്പോഴും പണം കൊയ്തുകൊണ്ടിരിക്കുന്നു. അവൾക്ക് മതിയാകുമ്പോൾ നിർത്താം. ശേഖരേട്ടൻ്റെ മൂത്ത മകൾ ശരീരം വിറ്റ് ഇളയവൾക്ക് ഭർത്താവിനെ നേടി. ഇനിയുള്ളവർക്കും നേടും. അവസാനം അവൾക്കും ഭർത്താവുണ്ടാവും. അവൾക്ക് ഈ പണമൊക്കെ എവിടെ നിന്നാണ്? ചൂണ്ടിക്കാട്ടാൻ വഴിയുണ്ട്. വസുന്ധര മെഡിക്കൽസിലെ ക്യാഷറാണവൻ. പവി! ഉടനെ വസുന്ധരാശങ്കർ വിളിച്ചു. കാരണം ഒറ്റ കുതിപ്പിനവൻ തൻ്റെ 2 കരങ്ങളും അവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. അവൻ ആകെ വിറച്ചു. അവൻ്റെ കണ്ണുകൾ തള്ളി. കൊല്ലും, ഞാൻ കൊല്ലും എൻ്റെ കൃഷ്ണേന്ദുവിനെ നിങ്ങൾ! അവൻ
പിടിമുറുക്കി. വസുന്ധരാശങ്കർ പൊട്ടിച്ചിരിച്ചു. ആനയുടെ കാൽച്ചുവട്ടിലിരുന്ന് ഉറുമ്പ് വീമ്പിളക്കിയാണ് ഞാൻ ആനയെ കൊല്ലുമെന്ന് അവരുടെ സ്വരം ഉയർന്നു. ചവിട്ടി അരയ്ക്കപ്പെടുവാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കുന്ന അല്പപ്രാണി. രവിശങ്കറിൻ്റെ പിടി വിട്ടുപോയി. മേശമേൽ കൈകൾ കുത്തി നിന്നവൻ കിതച്ചു. എൻ്റെ മുമ്പിൽ കൃഷ്ണേന്ദു നിൻ്റെ കാമുകിയല്ല, ശേഖരേട്ടൻ്റെ മകളാണ്. യൂസി, ഞാൻ അവളെ നിർബന്ധിച്ചില്ല. ഞാൻ ചൂണ്ടിക്കാട്ടി. അവൾ സ്വയം തിരഞ്ഞെടുത്ത വഴിയാണ്. ഇന്ന് കൃഷ്ണേന്ദു വില കൂടിയവളാണ്. വൻ തോക്കുകളാണ് അവൾക്ക് മുൻപിൽ എത്തുക. ദിവസക്കൂലി 5000 വരെ. മാഡം പ്ലീസ് നിർത്തൂ, ഇതൊന്ന് നിർത്തൂ, മതിയായി. ഇതൊക്കെ പറയുന്നത് എന്തിന്? എനിക്ക് പോകണം. രവിശങ്കർ പറഞ്ഞുപോയി. ഹേയ്, പോകരുത് പ്ലീസ് പവി, ഞാനല്ലേ പറയുന്നത്. ഇരിക്കൂ. നിന്നോടല്ലാതെ മറ്റാരോട് പറയാൻ? നീയല്ലാതെ മറ്റാരാണിതൊക്കെ കേൾക്കാനിരിക്കുക? ഇനി വസുന്ധരയുടെ യഥാർത്ഥ മുഖം കൂടി നിന്നെ തുറന്നു കാട്ടാം. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു തന്നെയിരുന്നു. വസുന്ധര ഒരു രാജ്യദ്രോഹി കൂടിയാണ്. രവിശങ്കർ കണ്ണു തുറന്നു. അതെ, രാജ്യദ്രോഹി. പണമുണ്ടാക്കാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ കുറുക്കുവഴി കള്ളക്കടത്ത്. മാഡം, രവിശങ്കർ വിളിച്ചുപോയി. വേശ്യാവൃത്തി കൊണ്ട് എത്രയെന്ന് വെച്ച് സമ്പാദിക്കാൻ പറ്റും? വെറും പണക്കാരി മാത്രമാകാനല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം. വമ്പിച്ച പണക്കാരി, ലക്ഷങ്ങൾ വാരി വിതറുന്നവൾ, കോടികളെ വിരൽത്തുമ്പിൽ നിർത്തുന്നവൾ, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനു പറ്റിയ ഇര ഒരു രാത്രിയിൽ എൻ്റെ ശരീരത്തിൻ്റെ ചൂട് തേടിയെത്തി. അയാൾ 1000 അമ്മാനമാടുന്നവനായിരുന്നു. അയാളെ ഞാൻ കുരുക്കി. അങ്ങനെ ആ 1000ങ്ങളുടെ പിന്നിലെ സത്യം അറിഞ്ഞു. കള്ളക്കടത്ത്. അയാളുടെ സംഘത്തിൽ പൂർണ്ണ മനസ്സോടെ ഞാനും അംഗമായി. ഞാൻ ലക്ഷങ്ങളും കോടികളും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നേടി. എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ലക്ഷങ്ങൾ വാരുന്ന പണിയുള്ളപ്പോൾ ആരാണ് മറ്റു പണികൾക്കായി സമയം ചെലവഴിക്കുക? ഞാൻ വ്യഭിചാരം അതോടെ നിർത്തി. എനിക്കാവശ്യം പണമാണ്, പണം. ഞാൻ നേടിയെടുത്ത കറുത്ത പണം അത്രയും ഇനി വെള്ളപ്പണമാകണം. ടൗണിൽ തന്നെ സ്ഥലം വാങ്ങി 2 നിലയിൽ മനോഹരമായ കെട്ടിടം തീർത്തു. വസുന്ധര മെഡിക്കൽസ്. അധികം അകലെയല്ലാതെ തന്നെ സ്ഥലം വാങ്ങി അത്യാധുനിക രീതിയിൽ തന്നെ കൊട്ടാരം വെച്ചു. രാഗസുധ. ഒരിക്കൽ രാഗങ്ങൾ മൂളിൽ സ്വപ്നങ്ങൾക്ക് താളം പകർന്നിരുന്ന സുധയുടെ ഓർമ്മയ്ക്കാണ് ആ കൊട്ടാരം. ആ കൊട്ടാരത്തിലിരുന്നാണ് സുധ കരയാറ്. ഓർമ്മകളെയും തകർച്ചകളെയും മുക്കിക്കൊല്ലാൻ മദ്യം മാത്രം കൂട്ടുണ്ടവൾക്ക്. ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പഠിച്ചു. ദൗർബല്യമുള്ളിടത്തേ ചൂഷണമുള്ളൂ. സ്ത്രീ ദുർബലയാണെന്നുള്ള പരസ്യമായ അംഗീകാരമാണ് ഈ ചൂഷണത്തിന് പിന്നിൽ. ഒറ്റയായും കൂട്ടമായും ബലാത്സംഗത്തിന് ഇരയായവളാണ് ഞാൻ. പക്ഷേ തൻ്റെ ഇടം കാട്ടിയാൽ ആരും തിരിഞ്ഞു നോക്കില്ല. വളരെ ബഹുമാനത്തോടെ പഞ്ചപുച്ഛം മടക്കി താഴ്മയായി നിൽക്കും വമ്പന്മാർ പോലും. ഔദ്യോഗിക പദവിയുടെ ഉന്നത നിലവാരത്തിലുള്ളവരും രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തുള്ളവരും വസുന്ധരയോട് ഇപ്പോൾ ബഹുമാനത്തോടെയേ സംസാരിക്കൂ. കാരണം അവൾ എല്ലാ തുറകളിലുള്ളവർക്കും പണം വാരി എറിഞ്ഞു സംഭാവന എന്ന പേരിൽ. വളരെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി എൻ്റെ ശരീരത്തിൽ കടന്നു പിടിച്ചവൻ നീയാണ്, നീ മാത്രം. വസുന്ധരാശങ്കർ പറഞ്ഞു. രവിശങ്കർ ഞെട്ടി മുഖമുയർത്തി. എൻ്റെ വീട്ടിൽ പലരും വരും. പകലോ രാത്രിയോ പ്രശ്നമല്ല. ആവശ്യക്കാരൻ സമയമോ അസൗകര്യമോ നോക്കേണ്ടതായ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പൊതുവെ ധാരണയുണ്ടായി ഞാൻ അവരെയൊക്കെ എൻ്റെ കാമസമ്പൂർത്തിക്ക് ക്ഷണിക്കുന്നതാണെന്ന്. ഞാൻ അവിവാഹിതയല്ലേ, പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തവൾ. വയസ്സുകാലത്ത് അതുകൊണ്ട് കുറേ ചെറുപ്പക്കാരെ എൻ്റെ മുറിയിൽ വരുത്തുന്നു. ഭേഷ്, ആ ധാരണയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വിജയം. അല്ലെങ്കിൽ എത്ര പണ്ടേ ഞാൻ വഴിക്കുള്ളിലാകുമായിരുന്നു. മധ്യവയസ്കർ, ചെറുപ്പക്കാർ ഒക്കെ എൻ്റെ രാഗസുധിയിൽ വരും. എന്തിനെന്നോ? കള്ളക്കടത്ത് സാധനങ്ങൾ വാങ്ങാൻ. എൻ്റെ വീട്ടിലെ സന്ദർശകരിൽ ഒരാളെ നീ അറിയും. മനോജ്. മനോജ്? അതെ, മനോജ്. അവൻ എന്തിനാണ് മാഡത്തിൻ്റെ അടുത്ത്? ഞാൻ കരുതി. രവിശങ്കർ നിർത്തി. വ്യഭിചരിക്കാനാണെന്ന് അല്ലേ? പൊട്ടിച്ചുരിയോടെ അവർ പറഞ്ഞു. അല്ല, ബ്രൗൺ ഷുഗർ വാങ്ങാൻ. വസുന്ധരാശങ്കർ പറഞ്ഞു. അതാണ് എൻ്റെ പ്രധാന ബിസിനസ്. ബ്രൗൺ ഷുഗർ? രവിശങ്കറിൻ്റെ തല പൊട്ടിപ്പിളർന്നതുപോലെ അവൻ തലയിൽ കൈവച്ചു. അപ്പോൾ മനോജ്? അതെ, അവനതിൻ്റെ അഡിക്റ്റാണ്. ഓവർ ഡോസ് ആയിക്കഴിഞ്ഞു. ഇനി ആര് വിചാരിച്ചാലും അവൻ രക്ഷപ്പെടില്ല. ഒരു പക്ഷേ അവൻ പോലും വിചാരിച്ചാൽ. അവർ ചിരിക്കുകയാണ്. മാഡം, നിങ്ങൾ യക്ഷിയാണ്, യക്ഷി തന്നെ. മനുഷ്യരുടെ ചോര നിങ്ങൾ വലിച്ചു കുടിക്കുന്നു. രവിശങ്കർ നിലവിളിച്ചു. അതേടാ, യക്ഷിയാണ്. ഐ അഡ്മിറ്റ് ഇറ്റ്. യക്ഷിയായി ഞാൻ ചോര കുടിക്കുന്നു. എൻ്റെ ലിസ്റ്റിൽപ്പെട്ടവരുടെ മാത്രം. എൻ്റെ ചോര ഊറ്റി കുടിച്ചത് കൊണ്ടാണ്ടാ കുളയട്ടകൾ എൻ്റെ ലിസ്റ്റിൽപ്പെട്ടത്. എൻ്റെ ചോര കുടിച്ച ഒറ്റ ഒരുവിനെയും ഞാൻ വെറുതെ വിടില്ലടാ. പിന്നെ
ചുമ്മാതെയാണോടാ വസുന്ധര വ്യഭിചരിച്ചത്, രാജ്യദ്രോഹം ചെയ്തത്? വെറുതെ പണക്കാർ ചമഞ്ഞ് വിലസാനല്ല. എങ്കിൽ പിന്നെ നല്ലത് അന്നേ ആത്മഹത്യയായിരുന്നില്ലേടാ? വസുന്ധരാശങ്കർ തുടർന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് മനോജിനെ വലയ്ക്കുള്ളിലാക്കിയത് എൻ്റെ നിർദ്ദേശപ്രകാരം എൻ്റെ ആൾക്കാരാണ്. ഇപ്പോൾ മനോജിന് ചുറ്റും ഒരു നല്ല സംഘം തന്നെയുണ്ട്. ബ്രൗൺ ഷുഗർ അഡിക്ട്സ്, അതും ബിസിനസ് വിജയം. 1-2 തവണ അവൻ എൻ്റെ അടുത്തെത്തി. അവൻ്റെ ബാങ്ക് ഡിപ്പോസിറ്റ് മുഴുവൻ തീർന്നു. ഇപ്പോൾ കള്ളയൊപ്പിട്ട് അവൻ തന്തയുടെ ചെക്ക് കൊടുത്ത് പണം മോഷ്ടിക്കുന്നു. ആ ഡെപ്പോസിറ്റും തീർന്നെന്നറിഞ്ഞപ്പോൾ ഡോക്ടർ കൃഷ്ണകുമാർ നടുങ്ങി വിറച്ചിരിക്കും. ഒരു കടുവയെപ്പോലെ എന്നെ പിച്ചിക്കീറി അവൻ എന്നെ ഉപദ്രവിക്കരുതെന്ന് അവൻ്റെ കാൽ തൊട്ട് യാചിച്ചതിന് എൻ്റെ കരണത്തടിച്ചവൻ, ഒരു സദസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എൻ്റെ ബ്ലൗസ് വലിച്ചു കീറിയവൻ, എൻ്റെ വീട്ടുവാതിൽക്കൽ ഇടിച്ച് നാട്ടുകാർക്ക് മുമ്പിൽ അസഭ്യം പറഞ്ഞവൻ, അവനോടാണ് എനിക്ക് ഏറ്റവും വലിയ പ്രതികാരം. അവൻ്റെ മകനെ തകർത്തുകൊണ്ട് മാത്രം വസുന്ധര അടങ്ങില്ല. അവനെ ഞാൻ കൊല്ലും, തീർച്ച. വസുന്ധര ഇവിടെ ഇരുന്നാൽ മതി 4ാമതൊരു കൊലപാതകം കൂടി നടത്താൻ. അതും നടക്കും. വസുന്ധരയുടെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും പിഴച്ചിട്ടില്ല, ഒരിക്കലും. കൈ ചൂണ്ടി അവർ മേശമേൽ ആഞ്ഞിടിച്ചു. എന്നെ ഒരുത്തനും പിടിക്കില്ല, ഒരുത്തനും സംശയിക്കില്ല. ആരൊക്കെ റെയ്ഡ് ചെയ്താലും ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ എൻ്റെ രാഗസുധയിൽ നിന്നോ ബ്രൗൺ ഷുഗറിൻ്റെ തരി പോലും ലഭിക്കില്ല. പക്ഷേ വിചാരിക്കുന്ന സ്ഥലത്ത് അതവിടെ എത്തിയിരിക്കും. അതിന് എനിക്ക് ഏജൻസികളുണ്ട്. പണം കുറുക്കുവഴിയിൽ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ കണ്ടുപിടിക്കും. അതിലൊരാളായിരുന്നു ജേക്കബ് രാജൻ. രവിശങ്കർ മുഖമുയർത്തി. തനിക്ക് മുമ്പ് വന്ന ക്യാഷ്യർ നടുറോഡിൽ ചത്തുമലച്ച്. അതെ, അവൻ നടുറോഡിൽ ചത്തുമലച്ചു. 25,000 രൂപ ഇവിടെ സെക്യൂരിറ്റി കെട്ടിവയ്പ്പിച്ചിട്ടാണ് ഞാൻ ക്യാഷ്യർ ജോലിക്ക് അവനെ നിയമിച്ചത്. പണത്തിനോടുള്ള അവൻ്റെ അത്യാർത്തി എനിക്ക് മനസ്സിലായില്ല. മെല്ലെ ഞാനവനെ പാട്ടിലാക്കി. അവനത് പരിപൂർണ സമ്മതം. ഹാഷിഷുമായി അവൻ രാഗസുധയിൽ വരും. ആളുകൾ കരുതി ഞാനവൻ്റെ ചോര ഊറ്റി കുടിക്കുകയാണെന്ന്. ജേക്കബ് രാജൻ അതിസാമർഥ്യം കാട്ടി. കൊടുത്തുവിടുന്ന സാധനം കുറേശ്ശെ ചോർത്തി അവൻ മറുവിൽപ്പന നടത്തി ലക്ഷങ്ങൾ സമ്പാദിച്ചു. ആരും അറിയില്ലെന്ന് അവൻ കരുതി. വിഡ്ഢി. ഞങ്ങളുടെ കള്ളക്കടത്ത് രാജാവ് വിവരം എന്നെ ധരിപ്പിച്ചു. ഞാനതിൻ്റെ ഭവിഷ്യത്ത് അവനെ അറിയിച്ചു. അവൻ ക്ഷുഭിതനായി. സെക്യൂരിറ്റി ഇല്ല വെച്ചിരുന്ന പണത്തിന് പകരം 25,000 രൂപ അവൻ കൗണ്ടറിൽ നിന്നെടുത്തു. അവൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്നത് നേര്. പക്ഷേ രൂപയുമായി മുങ്ങാനായിരുന്നു അവൻ്റെ പരിപാടി. പക്ഷേ അവനേക്കാൾ വിദഗ്ധനായിരുന്നു മുതലാളി. വർഷങ്ങളേറെയായിട്ടും പോലീസിൻ്റെയോ നർക്കോട്ടിക്സ് സെൻട്രൽ ബ്യൂറോയുടെയോ വലയിൽപ്പെടാതെ അതിവിദഗ്ധമായി കഴിയാമെങ്കിലാണോ മിസ്റ്റർ ജേക്കബ് രാജനെ പോലൊരു പുഴുവിനെ ഒതുക്കാൻ പ്രയാസം? അതുകൊണ്ടവൻ നടുറോഡിൽ പട്ടാപ്പകൽ ചത്തുമലച്ചു. അവൻ്റെ സ്കൂട്ടറിന് പിന്നിൽ ശക്തിയായി ലോറി ഇടിപ്പിച്ചു കൊന്നു. കൊലയാളിയാണ് അജിത് കുമാർ, എൻ്റെ PA. അജിത് കുമാർ? രവിശങ്കർ പിറുപിറുത്തു. അവനും ഒരു ഏജൻറ്റ് തന്നെയായിരുന്നു. അവനും അപകടകാരിയായിരുന്നിരിക്കണം. ലോറി ഓടിച്ച ഡ്രൈവർ എന്ന നിലയിൽ അവനെ കസ്റ്റഡിയിലെടുത്തു. അവനെ ഒരിക്കലും പുറത്തു വിടാതിരിക്കാനുള്ള വകുപ്പുകൾ ചാർജ് ചെയ്യിച്ചു. അതിനൊക്കെ മുതലാളി വിദഗ്ധനാണ്. അതോടെ ആ അധ്യായം അടഞ്ഞു എന്ന് കരുതി. പക്ഷേ ഒന്ന് നിർത്തി വസുന്ധരാശങ്കർ തുടർന്നു. കാലത്തെയും സമയത്തെയും ഒക്കെ ഒരിക്കലും ആർക്കും പിടിച്ചു നിർത്താനാവില്ല. ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. അതാവാം ഒരുപക്ഷെ വിധി എന്ന പേരിനാൽ അറിയപ്പെടുന്നത്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ ഒരു നീർക്കോലി എത്തിയിരിക്കുന്നു. അബ്ദുൾ സലാം. പവി ഓർക്കുന്നുണ്ടാവും. ആദിവാസി കോളനിയിലേക്കുള്ള സൗജന്യ ചികിത്സാ ക്യാമ്പിന് മെഡിസിൻ ഓർഡർ നൽകാനെത്തിയ കുട്ടി നേതാവ്. അവനെ നീർക്കോലി എന്ന് കരുതി തള്ളിയതാണ് തെറ്റ്. അവൻ മൂർഖനായിരുന്നു. ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അജിത് കുമാറായിരുന്നു അവൻ്റെ ആയുധം. അവനത് സാധിച്ചെടുത്തു. അതിനൂതനമായ കമ്പ്യൂട്ടർ സിസ്റ്റം വഴി അജിത് കുമാറിൻ്റെ മനസ്സവൻ വരച്ചെടുത്തു. CBIക്കാർ. ആ വരയ്ക്കുള്ളിൽ കുടുങ്ങിയത് ഞാനും മുതലാളിയും ഒക്കെയാണ്. പക്ഷേ മുതലാളി രക്ഷപ്പെട്ടു കഴിഞ്ഞു. ആരാണ് മുതലാളി? ഞാൻ നന്ദിയുള്ള വളർത്തു നായയാണ്. വസുന്ധരാശങ്കർ ചിരിച്ചു. ചോറിടുന്ന കയ്യിൽ കടിക്കാൻ ഞാനില്ല. അയാൾ രക്ഷപ്പെടട്ടെ. അയാൾക്ക് ഇനിയും പ്രവർത്തിക്കാനുണ്ടാകും. ബട്ട് വസുന്ധര രക്ഷപ്പെടുന്നില്ല. കീഴടങ്ങാൻ തീരുമാനിച്ചു. മാഡം, എന്ത് കീഴടങ്ങാൻ തീരുമാനിച്ചെന്നോ? രവിശങ്കർ ഉത്കണ്ഠാകുലനായി. യെസ്, എൻ്റെ ലക്ഷ്യങ്ങൾ ഇവിടെ പൂർത്തീകരിക്കുന്നു. ലിസ്റ്റിലുള്ള പേരുകൾ തീരുന്നു. ഇനി എന്തിനീ ജീവിതം വലിച്ചു നീട്ടുന്നു? വെറുതെ ഉണ്ണാനും ഉറങ്ങാനും മാത്രമോ? നോ, അത്തരം ഒരു ജീവിതം വസുന്ധരയ്ക്ക് വേണ്ട. എന്നെ തേടി എത്തുന്നവരെ കാത്താണ് ഇന്ന് എൻ്റെ ഇരിപ്പ്. മൈ ഗോഡ്, ഇന്ന് തന്നെ, ഒരുപക്ഷെ ഇപ്പോൾ തന്നെ.
രവിശങ്കറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചിൽ നേരിയ നീറ്റൽ പടർന്നു. 1000 ജന്മങ്ങളിലേക്കുള്ളത് ഒറ്റയ്ക്ക് അനുഭവിച്ച സ്ത്രീയാണിവർ. താൻ പോലും അവരെ തെറ്റിദ്ധരിച്ചു. വെറും മാംസദാഹം പൂണ്ട് കടന്നു പിടിച്ചു. അവരുടെ പകയ്ക്ക് അടിസ്ഥാനമുണ്ട്. എത്ര ദ്രോഹിയാണെങ്കിലും പാപിയാണെങ്കിലും അവർ ഒരു തടവുകാരിയായി കഴിയുന്നത് കാണാനാവില്ല തന്നെ. മാഡം, രക്ഷപ്പെടൂ, സമയം ഇനിയുമുണ്ടല്ലോ, അവൻ പറഞ്ഞുപോയി. ഓ പവി, നീ എന്നെ സ്നേഹിക്കുന്നുവല്ലേ? ആത്മാർത്ഥമായും. അവർ മിണ്ടിയില്ല. ഞാൻ ഇത്രയൊക്കെ അധപതിച്ചവളാണെന്നറിഞ്ഞിട്ടും. അവൻ അപ്പോഴും അവരെ നോക്കിയപടി അങ്ങനെ ഇരുന്നു. എങ്കിൽ നിനക്ക് കൃഷ്ണേന്ദുവിനോടും ക്ഷമിക്കാൻ കഴിയുമല്ലോ? മാഡം, അവൻ ഉദ്യോഗത്തോടെ വിളിച്ചു. അവളെ ഇപ്പോഴും സ്നേഹിക്കുന്നു എങ്കിൽ? നോ മാഡം, ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. ഞാൻ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അതെ, തീർച്ചയായും. എനിക്ക് സ്ത്രീധനം ആവശ്യമില്ല. ഞാൻ വിലകൽപ്പിക്കുന്ന ജീവിത മൂല്യങ്ങളിൽ ഒന്നാണ് പവിത്രത. മാഡം, ഒരു കന്യയെ കയ്യേൽക്കുന്നതായിരുന്നു എനിക്ക് താല്പര്യം. അറിഞ്ഞുകൊണ്ട്. പക്ഷേ കൃഷ്ണേന്ദു. അവൻ്റെ ചുണ്ടുകൾ വിറച്ചു. നെഞ്ച് അതിദ്രുതം മിടിച്ചു. ഓക്കെ, ഗുഡ് ബോയ്. ശേഖരേട്ടനോടുള്ള എൻ്റെ പ്രതികാരം ഇവിടെ പൂർത്തിയാകുന്നു. അപ്പോൾ ഇനി രതിയുടെ കാര്യം ചിന്തിക്കൂ. മാഡം, ഓ, അവൾ IG ജോസഫ് ചെറിയാനുമായി ആ മുറിയിൽ കയറിയത് പ്രാർത്ഥിക്കാനായിരുന്നു എന്നല്ലേ? അല്ല, പ്രാർത്ഥിക്കാനായിരുന്നില്ല. ബ്രൗൺ ഷുഗർ കൈമാറാനായിരുന്നു. രവിശങ്കർ അമ്പരന്ന് പോയി. നിർഭാഗ്യകരം. പക്ഷേ ആ IG അങ്ങനെ ആയിപ്പോയി. അധികം പ്രായമാകും മുമ്പ് തന്നെ IG പദവിയിലെത്തിയ നല്ല മനുഷ്യൻ. പക്ഷേ എനിക്ക് മറ്റു വഴികൾ ഒന്നുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ? ഇയാൾ ആരാണെന്ന് അറിയാമോ പവി? വിശപ്പകറ്റാൻ വീട് പണിക്കായി ചെന്ന എന്നെ പിടിച്ചു വലിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു കാപാലികനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? അയാൾ നല്ലവനായിരുന്നതുകൊണ്ട് എന്നെയും എൻ്റെ കുഞ്ഞിനെയും ആ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു. അയാൾക്ക് ഒരേയൊരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകളുടെ ഭർത്താവാണ് അയാൾ, IG ജോസഫ് ചെറിയാൻ. അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ചു. മകളുടെ കണ്ണീർ കണ്ട നീജൻ്റെയും ഭാര്യയുടെയും നെഞ്ച് കലങ്ങട്ടെ. 40ഓളം പ്രായമുള്ള ഊർജ്ജസ്വലനായ ഇൻസ്പെക്ടർ ജനറലിനെ പാട്ടിലാക്കാനാണ് വസുന്ധര ഏറെ പാടുപെട്ടത്. രുചി പിടിച്ചാൽ പിന്നെ പിന്നാലെ വരുമെന്നുള്ളത് തീർച്ച. അതിവിദഗ്ധമായി തന്നെ ആ സാധനവുമായി രതി എത്തുമായിരുന്നു. അതിനുള്ള പ്രതിഫലം അവൾ ചെലവാക്കിയിരുന്നത് അവളുടെ അമ്മയ്ക്ക് വേണ്ടിയാണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്. ഇന്നവൾ ഏകയാണ്, അനാഥയാണ്. നല്ലവളായ പെൺകുട്ടി, കന്യക തന്നെ. എന്താ, സമ്മതമാണോ? രവിശങ്കർ മിണ്ടിയില്ല. പൊടുന്നനെ ഫോൺ ബെല്ലടിച്ചു. വസുന്ധര എടുത്തു. അവരുടെ മുഖത്ത് അസാധാരണമായ ഒരു പ്രകാശം പരന്നു. ഞാൻ കാത്തിരുന്ന കോൾ തന്നെ. പവിക്കാണ്. അവൻ റിസീവർ വാങ്ങി. എന്ത്? അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. മനോജിൻ്റെ തളർന്ന സ്വരമാണ് കേട്ടത്. എന്താ മിസ്റ്റർ പവി? മനോജാണ്. ഡോക്ടർ കൃഷ്ണകുമാർ ആത്മഹത്യ. രവിശങ്കറിൻ്റെ ശബ്ദം പതറി. ഞാൻ ഉടനെ ചെല്ലണമെന്ന്. നോ, ആത്മഹത്യയല്ല. എങ്കിൽ എത്ര മുൻപേ അയാൾ അത് ചെയ്യേണ്ടതാണ്. ഭീകരമായ ലൈംഗിക രോഗവുമായി എത്ര നാൾ മല്ലടിച്ച് അയാൾ ജീവിക്കുന്നു? എന്തിനിനി അയാൾ ജീവിക്കുന്നു? ഇതിൽ ഭേദം മരണമാണ്. മാഡം, യെസ്, കൊന്നതാണ് ഞാൻ. മാഡം, നിങ്ങൾ എന്താണ് പറയുന്നത്? മനോജിൻ്റെ അച്ഛനെ കൊന്നതാണെന്ന്? മരുന്നെടുക്കുമ്പോൾ എന്നും തനിക്കുള്ള ഇഞ്ചക്ഷന് വേണ്ടിയുള്ള മരുന്നും അയാൾ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത്. ഇന്നലെ അയാളുടെ ജോലിക്കാരൻ മരുന്നുകൾ എടുക്കാൻ വന്നു. ഈ മരുന്ന് മാത്രം ഒറ്റ കുപ്പിയെ കൊടുത്തുവിട്ടുള്ളൂ. ഞാനാണ് അത് എടുത്തു കൊടുത്തത്. ലിസ്റ്റിൽപ്പെട്ടവർക്കായി ഞാൻ സൂക്ഷിച്ചിട്ടുള്ള പൊട്ടാസ്യം സയനൈഡ് ചേർത്തിരുന്ന കുപ്പി. ഡോക്ടർ കൃഷ്ണകുമാർ, കേട്ടോ മിസ്റ്റർ പവി, ഞാൻ അയാളെ ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു കൊല്ലുമെന്ന്. പണ്ടത്തെ സുധ. ഏത് സുധ? ആര്? കൃഷ്ണകുമാർ സുധയെ അറിയില്ലെന്ന്. സുധ ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ടി വന്നു. ഓ, അവളാണോ? അവൾ എനിക്കിട്ടൊരു ചുക്കും ചെയ്യില്ലെന്ന്. രവിശങ്കർ, എൻ്റെ ലിസ്റ്റിൽ ഇനി ഞാൻ പറയാനുള്ളത് ഒരേ ഒരാളെക്കുറിച്ചാണ്. അവനെ തുറച്ചു നോക്കി വസുന്ധരാശങ്കർ പറഞ്ഞു. നടുവിലാർ മഠത്തിലെ ശങ്കരനാരായണൻ തിരുമേനി. രവിശങ്കർ ഞെട്ടലോടെ എണീറ്റു. അയാളുടെ മകനാണ് നീ. ബോംബ് പൊട്ടുന്നത് പോലെ തനിക്ക് ചുറ്റും പൊട്ടിത്തെറികൾ സംഭവിക്കുകയാണെന്ന് അവന് തോന്നി. സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പൊൻകരങ്ങളെന്ന് താൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ കപടതയുടെ വിഷപ്പല്ലായിരുന്നു എന്നറിയാൻ വൈകി. അയാൾ ചെയ്ത ഏക ഉപകാരം ഒരു മകനെ എനിക്ക് തന്നു എന്നതാണ്. എന്നെ മാതാവാക്കി എൻ്റെ സ്ത്രീത്വത്തിന് സായുജ്യം നൽകിയവൻ. പക്ഷേ വിത്ത് വിതയ്ക്കാൻ ഏത് പട്ടിക്കാണ് കഴിയാത്തത്? വീട്ടിൽ വളർത്തുവാനും തപ്പിത്തിരിഞ്ഞ ആൺപട്ടിയെയാണ് വീട്ടിൽ വളർത്തുവാനും തപ്പിത്തിരിയുന്നത് ആൺപട്ടിയെയാണ്. എന്നാൽ പട്ടികൾ വിതയ്ക്കുന്ന വിത്തുകളെ ഉദരത്തിൽ പേറി പ്രാഞ്ചി നടക്കുന്ന പെണ്ണായ്ക്കൾ ആട്ടി ഓടിക്കപ്പെടുന്നു. എത്ര ചെളിയിൽ ചവിട്ടിയാലും വെള്ളത്തിൽ കഴുകി ശുദ്ധനാകാനുള്ള സമൂഹാംഗീകാരം പുരുഷന്. ആ ധാരണയാണ് മാറ്റപ്പെടേണ്ടത്. പിടിച്ചവളെ കല്ലെറിയാനുള്ള പ്രവണത, പിടിപ്പിച്ചവനെ പൂജിക്കാനുള്ള പ്രവണത. ഒരു മകളെ ഭരിക്കപ്പെടുവാനും മകനെ ഭരിക്കുവാനും ഒരമ്മ തന്നെയാണ് ശീലിപ്പിക്കുന്നത്. അവിടെയാണ് എനിക്ക് വിയോജിപ്പ്. സ്ത്രീക്കെന്നും അടിമത്തം നൽകുന്നത് സ്ത്രീ തന്നെയാണ്. സ്ത്രീക്കെന്നും ശത്രു സ്ത്രീ തന്നെയാണ്, തീർച്ച.
എൻ്റെ അനുഭവം അതാണ്. എനിക്ക് എൻ്റെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ യാതൊരു കടപ്പാടും ബന്ധവും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും അരാജകത്വത്തിൽ കഴിയുന്ന അവർക്ക് ഞാൻ ഒരു പൈസയുടെ സഹായവും ഇന്നുവരെ നൽകിയിട്ടില്ല, ഇനി നൽകുകയുമില്ല. ബന്ധങ്ങളോട് കടപ്പാടില്ലാത്ത എനിക്കെങ്ങനെ മകനോട് കടപ്പാടും സ്നേഹവും തോന്നും? ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നു, അതുമതി. പക്ഷേ സാധാരണ അമ്മമാരെ പോലെ മക്കളെ എപ്പോഴും കാണണമെന്നോ എന്നും അരികിൽ വേണമെന്നോ കൊച്ചുമക്കളെ താലോലിക്കണമെന്നോ അങ്ങനെയുള്ള ഒരു സെൻറ്റിമെൻറ്റ്സും എനിക്കില്ല. മകനോടില്ലാത്ത സ്നേഹവും താല്പര്യവും അവൻ്റെ അച്ഛനോട് തോന്നുമോ? ഇല്ല. ഒരു മകനെ എനിക്ക് തന്നതിൻ്റെ നന്ദി സൂചകമായി ഞാൻ ആ പേര് ചുമക്കുന്നു, ശങ്കർ, വസുന്ധര ശങ്കർ എന്ന്. അതുപോരെ? അത് കഴിഞ്ഞാൽ അയാൾ എൻ്റെ ശത്രുവാണ്, ഒന്നാമത്തെ ശത്രു. ഒരു ഭാര്യയും കുഞ്ഞും ജീവിച്ചിരിക്കെ എന്നെ ചതിച്ച് എനിക്ക് ഒരു കുഞ്ഞിനെ തന്നവൻ. മേരിയും കൂട്ടരും ബലമായി പിടിച്ചുകൊണ്ടുപോയി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ എഴുതി വയ്പ്പിച്ചു. എന്നെങ്കിലും മേരിയെ ഉപേക്ഷിച്ചു എന്നറിഞ്ഞാൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ കാണുന്നിടത്ത് വെച്ച് തല്ലിക്കൊല്ലുമെന്നായിരുന്നു ബന്ധുക്കൾ അയാൾക്ക് നൽകിയ താക്കീത്. ഉപനയനം കഴിച്ച് ധരിച്ചിരുന്ന പൂണൂലിന് പോലും അപമാനമായ ജന്മം. അയാൾ മേരിയുടെ നാട്ടിൽ എവിടെയോ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലി തേടി. അവിടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരുവനുമായിട്ടാണ് ഒരിക്കൽ തിരിച്ചു വന്നത്, തൻ്റെ വെപ്പാട്ടിയെ കൂട്ടുകാരന് കൂടി കാഴ്ചവെക്കാൻ. അതോടെയാണ് അയാളുടെ പേര് ഞാൻ ഒന്നാമത് തന്നെ ലിസ്റ്റിൽ എഴുതിയത്. ഒന്നാമത് തന്നെ ഞാൻ പകരവും വീട്ടി. കൊല്ലാൻ തന്നെയായിരുന്നു പ്ലാൻ. എന്നാൽ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ അതിലും ക്രൂരമാണ് ഇന്നത്തെ നില. കാലുകൾ മാത്രം നഷ്ടപ്പെട്ടുള്ള ഇഴച്ചിൽ. യേസ്, പെട്ടെന്നുള്ള മരണത്തേക്കാൾ ആ നീചൻ ഇതാണ് അർഹിക്കുന്നത്. മാഡം, നിങ്ങൾ? ഭവശങ്കറിൻ്റെ വാക്കുകൾ മുറിഞ്ഞു. യേസ്, ഞാൻ തന്നെ. എൻ്റെ കാരണമാണ് അയാൾ ഈ തട്ടി വീഴ്ത്തിയത്. മിസ്റ്റർ പവി, യാതൊരു കോംപ്രമൈസിനും അയാൾ തയ്യാറാവില്ലെന്ന് തീർത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്ത കടുങ്കൈ. എൻ്റെ മകനെ മിസ്റ്റർ നമ്പ്യാർ കൊല്ലാക്കൊല ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞു. 2 വയസ്സാകും മുമ്പ് ആ നീചൻ്റെ മുൻപിൽ ഞാൻ എറിഞ്ഞു കൊടുത്തിട്ട് പോയതല്ലേ. ഒരു കുഞ്ഞുകാരി കാണാൻ ഭാഗ്യമില്ലാത്ത അയാൾ അവനെ വളർത്തുമെന്ന് ഞാൻ ധരിച്ചതാണ് തെറ്റിപ്പോയത്. ദേഹോപദ്രവം ചെയ്തും പട്ടിണിക്കിട്ടും പാടുപെടുത്തി. സ്കൂളിൽ വിട്ടിട്ടില്ല, മനുഷ്യരെ കണ്ടിട്ടില്ല. വേലക്കാരുടെ ദയാവായ്പിൽ അവൻ നാളുകൾ പോക്കി. അറിയാൻ വൈകി, എങ്കിലും അറിഞ്ഞപ്പോൾ ഞാൻ അയാളെ എതിർത്തു. ആ ഇടയ്ക്ക് ഞാൻ നടുവിലാർ മഠത്തിലെത്തി. നടുവിലാർ മഠത്തിൽ? അതെ, നടുവിലാർ മഠത്തിൽ തന്നെ. നാരായണൻ തിരുമേനി മരിച്ചു. ലക്ഷ്മിക്കുട്ടി അന്തർജനത്തിൻ്റെ ദുർബലമായ എതിർപ്പ് ശങ്കരനാരായണന് പ്രശ്നമാണോ? ക്രിസ്ത്യാനി ഭാര്യയും കുഞ്ഞുമായി അയാൾ ആ ഇല്ലത്ത് കുടിയേറിക്കഴിഞ്ഞിരുന്നു. മേരിക്ക് എന്നെ അറിയാം, എനിക്ക് മകനുണ്ടെന്നറിയാം. ലക്ഷ്മിക്കുട്ടി അന്തർജനം പോലും എൻ്റെ സൈഡായിരുന്നു. ഉദയനെ ഏറ്റെടുക്കുക, അതായിരുന്നു എൻ്റെ ആവശ്യം. അയാളുടെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ് മറ്റൊരുവിൻ്റെ ഭീകരമർദ്ദനത്തിന് ഇരയാകേണ്ടിയതായി വരുന്ന ഗതികേട് ഞാൻ മനസ്സിലാക്കി കൊടുത്തു. അപ്പോഴാണ് അയാൾ പറഞ്ഞത് ഉദയൻ്റെ അച്ഛൻ അയാളല്ല എന്ന്, പലരിൽ ഒരുവൻ മാത്രമാണ് അയാളെന്ന്. ഒരു ദിവസം അയാൾ വരുന്ന വഴിയിൽ കാറുമായി ഞാൻ കാത്തു കിടന്നു. രാത്രി എൻ്റെ ലക്ഷ്യം പൂർണ്ണമായും നിറവേറിയില്ലെന്ന് ഞാൻ അറിഞ്ഞത് 3-ാം ദിവസമാണ്. മിസ്റ്റർ പവി, വസുന്ധര ശങ്കറിനോട് നിനക്ക് എന്ത് തോന്നുന്നു? നിൻ്റെ അച്ഛൻ ക്രൂരനാണ്, തെറ്റുകാരനാണ്, ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ താനറിയുന്ന തൻ്റെ അച്ഛൻ സ്നേഹസമ്പന്നനാണ്. ആ അച്ഛനെയാണ് ഒരാൾ ഇത്തരത്തിലാക്കിയിരിക്കുന്നത്. 2 കാലം നഷ്ടപ്പെട്ട് ഇഴയുന്നു. അത് ചെയ്ത ആൾ മുമ്പിലിരുന്നാലോ? അവൻ്റെ മനസ്സ് പുകഞ്ഞു വല്ലാതെ. നീയും രതിയും എന്നെ തേടി വന്നതാണ്, ബാക്കിയുള്ളവരെ ഞാൻ തേടി പിടിച്ചതാണ്. ഇന്ന് ഈ നിമിഷത്തിൽ പരിപൂർണ സംതൃപ്തിയാണ് ഞാൻ. ഇനി ശേഷിക്കുന്നത് നീ മാത്രമാണ്. ഭവശങ്കറിൻ്റെ മുഖം ചുവന്നു, അവൻ്റെ ഉള്ളു തിളച്ചു മറിഞ്ഞു. ഇത്രയും സമയം തന്നെ പിടിച്ചിരുത്തി ഇത്രയും ഭീകരങ്ങളായ രഹസ്യങ്ങൾ പറഞ്ഞു തന്നിട്ട് വെറുതെ വിടും എന്ന് ധരിക്കാൻ ഒരു വിഡ്ഢിക്ക് പോലും സാധ്യമല്ല. കൊലപാതകങ്ങൾ തന്നെ എത്ര, മറ്റു പാതകങ്ങൾ വേറെ. ഇതാ ഇപ്പോൾ കൃഷ്ണകുമാർ. പവി, എൻ്റെ ഡാഡി സൂയിസൈഡ് ചെയ്തു പവി. എനിക്ക് ആരുമില്ല, നീ ഒന്ന് വരൂ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. മനോജിൻ്റെ തളർന്ന സ്വരം. പോകണം, പോയേ തീരൂ. അവനെയും ഈ യക്ഷി പിടികൂടി നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബ്രൗൺ ഷുഗറിൻ്റെ അടിമ. അവൻ്റെ അലസതയും ക്ഷീണവും സങ്കടവും ബാങ്ക് ബാലൻസും ഒക്കെ. പവി, നീ ഒരിക്കലും ആ വീട്ടിൽ പോകരുത്. നിൻ്റെ അച്ഛനെയും പെങ്ങളെയും ഓർത്ത് എന്ന് പറഞ്ഞ് കാല് പിടിച്ചതിൻ്റെ പിന്നിലും ഈ ദുരന്ത സത്യമായിരുന്നു. നിനക്കുള്ള ശിക്ഷ ഞാൻ ഇന്നലെയേ തയ്യാറാക്കി വെച്ചിരുന്നു. നീ ഇന്നലെ ഉദയനുമായി ഇവിടെ എൻ്റെ മുമ്പിൽ എത്തിയില്ലേ? അതിനുശേഷം മാഡം, നിങ്ങൾ ശിക്ഷിക്കും, തീർച്ച. ഞാൻ അക്കാര്യത്തിൽ സംശയിക്കുന്നില്ല. എന്ത് ശിക്ഷയും ആയിക്കൊള്ളൂ. പക്ഷേ ഒരു ചെറിയ കാര്യം, എനിക്ക് മനോജിനെ ഒന്ന് കാണണം. അവൻ്റെ അമ്മ മാനസിക രോഗിയാണ്. അവൻ്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്. എനിക്കവനെ ഒന്ന് കാണണം, കണ്ടേ തീരൂ. വെരി വെരി സോറി ഭവശങ്കർ. ഒരിക്കലും എൻ്റെ ജോലി ഞാൻ നീട്ടിവെക്കാറില്ല. വസുന്ധര ശങ്കറിൻ്റെ സ്വരം ഉറച്ചതായിരുന്നു. മാഡം, ഒന്നെങ്കിൽ നിങ്ങൾ ഈ നിമിഷം എന്നെ കൊല്ലുക,
അല്ലെങ്കിൽ പോകാൻ അനുവദിക്കുക. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ നിങ്ങളെ കൊല്ലാൻ ഞാൻ മടിക്കില്ല. അത്രയും ഭീകരമായ ക്രിമിനൽ കുറ്റങ്ങളുടെ ഉടമസ്ഥയായ നിങ്ങളെ എനിക്കല്ലാതെ മറ്റാർക്കും കൊല്ലാൻ കഴിഞ്ഞെന്ന് വരില്ല. ഹ ഹ ഹ. വസുന്ധരാശങ്കർ പൊട്ടിച്ചിരിയോടെ ചാടി എണീറ്റു. പയ്യൻ്റെ ആഗ്രഹം കൊള്ളാം. എന്നെ കൊല്ലുമെന്ന് ഭീഷണി. വസുന്ധര ഭയക്കുമെന്ന് കരുതിയോ? വിഡ്ഢി, അവർ വിളിച്ചു. ഭീഷണി തന്നെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. വിഡ്ഢിത്തം പുലമ്പുവാൻ പവിശങ്കറിനെ കിട്ടില്ല. അവൻ ചാടി എണീറ്റു. മിടുക്കൻ, മുശിരൻ, കൊള്ളാം. നീ ശങ്കരനാരായണൻ തിരുമേനിയുടെ മകനാണ്. എന്നിട്ട് നീ എൻ്റെ വയറ്റിൽ ജനിച്ചില്ലല്ലോ. എൻ്റെ ഭാഗ്യദോഷം. അവനെ ചൂണ്ടി വസുന്ധരാശങ്കർ പറഞ്ഞു. പരിഹാസം ഉഗ്രനായിട്ടുണ്ട്. അവൻ അവർക്ക് നേരെ നിന്നു. മിസ്റ്റർ പവിശങ്കർ, ഏതാനും നിമിഷം കൂടി മാത്രം ക്ഷമിക്കുക. ഇപ്പോൾ തന്നെ സമയം വൈകിയിരിക്കുന്നു. എൻ്റെ മകൻ ഉദയൻ, അവനൊരു സാധാരണ പൗരനെ പോലെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇനിയും 3 വർഷം എടുക്കുമെന്നല്ലേ നീ പറഞ്ഞത്? അവർ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. അവർ പ്രതീക്ഷിച്ചതുമില്ലെന്ന് തോന്നി. അവർ തന്നെ തുടർന്നു. ടൂ ലേറ്റ്. അത്രയും കാത്തിരിക്കാൻ വയ്യ. ഇപ്പോൾ തന്നെ മടുത്തു. വല്ലാതെ മടുത്തു. അവരുടെ സ്വരം മാറി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഇന്നലെ ഞാൻ എൻ്റെ വിൽപ്പത്രം തയ്യാറാക്കി. പെട്ടെന്ന് അവർ പറഞ്ഞു. എൻ്റെ വീടും സ്വത്തുക്കളും ബാങ്ക് ബാലൻസും മുഴുവൻ എൻ്റെ മകൻ ഉദയൻ എന്ന ഉദയശങ്കറിൻ്റെ പേരിൽ എഴുതി വെച്ചു. അവർ നിർത്തി. ഇവരെന്തോന്നാണ് ഈ പറയുന്നത്? പവിശങ്കർ അവരെ തുറച്ചു നോക്കി തന്നെ നിന്നു. എന്നാൽ ഈ വസുന്ധര മെഡിക്കൽസ് ഉദയൻ്റെ ജ്യേഷ്ഠനായ പവിശങ്കറിനാണ്. ഇതാ, പവിശങ്കറിൻ്റെ പേരിൽ ഞാനത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാഡം, പവിശങ്കർ ഉച്ചത്തിൽ വിളിച്ചു. അവരത് കേട്ടതായി ഭാവിച്ചില്ല. എന്നാൽ 3 വർഷം പൂർത്തിയാകുന്ന അന്നേ ഉദയൻ ഈ സ്വത്തിൽ അവകാശം ഉണ്ടാകൂ. അതുവരെ ഈ സ്വത്തുക്കൾ നോക്കിയും ഉദയനെ പരിപാലിച്ചും വളർത്തേണ്ട ചുമതല മിസ്റ്റർ പവിശങ്കറിനാണ്. അങ്ങനെ ഒരു ചുമതല ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കാതിരിക്കുകയോ എൻ്റെ മകനെ ഉപേക്ഷിക്കുകയോ ചതിവിൽ കൊല്ലുകയോ ചെയ്താൽ വസുന്ധര മെഡിക്കൽസ് ഉൾപ്പെടെ സർവ്വ സ്വത്തുക്കളും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് 3-ാം വർഷം എൻ്റെ ഇഷ്ടദാനമായി കണ്ടുകെട്ടിക്കൊള്ളാനും ഞാനതിൽ എഴുതിയിട്ടുണ്ട്. ഇതാ. അക്ഷോഭ്യനായി തന്നെ അവൾ ആ ഒരു ചുരുൾ മുദ്രപത്രം അവന് നേരെ നീട്ടി. അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ വസുന്ധര മെഡിക്കൽസ് തൻ്റെ പേരിലോ? നാളെ മുതൽ 3 വർഷത്തേക്ക് താനാണ് രാഗസുധയുടെ ഉടമസ്ഥനെന്നോ? അവൻ്റെ ഉടലാകെ പൊട്ടിത്തെറിച്ചു വിയർപ്പിൽ മുങ്ങി. അതെ, നാളെ മുതൽ ഈ കസേരയിൽ വസുന്ധരാശങ്കർ ആയിരിക്കില്ല, മിസ്റ്റർ പവിശങ്കർ ആയിരിക്കും. ഇതായി വിൽപത്രം വാങ്ങൂ. മാഡം, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ ചിരിച്ചു. എൻ്റെ പിൻഗാമിയായി നീ വന്ന അന്ന് തന്നെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. എന്നെപ്പോലെ തന്നെ പ്രഗത്ഭന സമർത്ഥനുമായ ഒരു പിൻഗാമി. ബ്രൗൺ ഷുഗറിൻ്റെ ബിസിനസ്സിൽ നിന്ന് നിന്നെ ഒഴിവാക്കിയത് അതുകൊണ്ടാണ്. ഇന്നു മുതൽ ഈ സ്ഥാപനത്തിൽ ആ ബിസിനസ് ഉണ്ടായിരിക്കില്ല. ബൈ ദ ബൈ, രതിയെ പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം വിവാഹം ചെയ്താൽ മതി. മാഡം, അപ്പോൾ ഇനി മാഡം എന്ത് ചെയ്യാൻ? അവൻ ചോദിച്ചു പോയി. അവർ അപ്പോഴും ചിരിച്ചു. നീ അതൊന്ന് വായിച്ചു നോക്കൂ, അവർ വീണ്ടും പറഞ്ഞുകൊണ്ട് മേശവലിപ്പിൽ നിന്ന് 2 മിഠായി എടുത്തു. ഇതാ, ഈ ഉടമ്പടി മധുരം തിന്നുറപ്പിക്കാൻ, തിന്നോളൂ. ഒരു മിഠായി അവൻ വാങ്ങി കവർ പൊളിച്ച് വായിലിട്ട് നുണഞ്ഞു. ഇരുവരും ഇരുന്നു. തൻ്റെ കയ്യിലിരുന്ന മിഠായി അവരും വായിലിട്ടു. വായിച്ചു നോക്കൂ. പവിശങ്കർ ആ മുദ്രപത്രം വിറയ്ക്കുന്ന കരങ്ങളോടെ നിവർത്തി. വസുന്ധര മെഡിക്കൽസ് ഉൾപ്പെടെ സർവ്വ സ്വത്തുക്കളും 3 വർഷത്തേക്കും വസുന്ധര മെഡിക്കൽസ് മാത്രം തൻ്റെ പേരിൽ ഉടമ്പടി എഴുതിയ വിൽപത്രം. പൊടുന്നനെ വാതിൽ തുറന്ന് ആരോ അകത്തു വന്നു. 3-4 പേർ, ഒരാൾ പോലീസ് യൂണിഫോമിൽ. പവിശങ്കർ നടുങ്ങി എണീറ്റു. വി ആർ ഫ്രം CBI ആൻഡ് നാർക്കോട്ടിക് കൺട്രോൾ സെൻട്രൽ ബ്യൂറോ. മിസ് വസുന്ധരാശങ്കർ, യു ആർ അണ്ടർ അറസ്റ്റ്. ഘനഗംഭീരമായ സ്വരം. പവിശങ്കർ ആകെ വിറയ്ക്കുകയായിരുന്നു. പക്ഷേ സ്വതസിദ്ധമായ കൂസലില്ലായ്മയോടെ തെല്ല് പുഞ്ചിരി കലർത്തി വസുന്ധരാശങ്കർ അവരെ തുറച്ചു നോക്കി പടി അനക്കമിട്ടിരുന്നു. മിസ് വസുന്ധരാശങ്കർ, പ്ലീസ് കോഓപ്പറേറ്റ് വിത്ത് അസ്, അതർവൈസ്. പക്ഷേ വസുന്ധരാശങ്കർ അനങ്ങിയില്ല. പുഞ്ചിരി മാറ്റിയില്ല, നോട്ടം മാറ്റിയില്ല. യൂണിഫോമിലായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ മടിച്ചില്ല. കൈവിലങ്ങുകളുമായി മേശയ്ക്കപ്പുറം കടന്നു. ഏറ്റുമുട്ടലുണ്ടാകുമോ എന്ന് അവരുടെ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്. പക്ഷേ അവർ അനങ്ങിയില്ല. ശ്വാസം അടക്കി പിടിച്ച പവിശങ്കർ നിന്നു. വിലങ്ങണിയിക്കാൻ വസുന്ധരാശങ്കറിൻ്റെ കയ്യിൽ CI കടന്നു പിടിച്ചു. ഒരു സംശയം. ഒന്നുകൂടി. ഒരു നിമിഷം CI തിരിഞ്ഞു നിന്ന് ഒപ്പം ഉള്ളവരോട് പറഞ്ഞു. ഷീസ് നോ മോർ, ഷീസ് നോ മോർ. വന്നവർ അമ്പരന്നു. പവിശങ്കർ നെഞ്ചിൽ കൈവച്ചു പോയി. വിശ്വസിക്കാനാവാതെ. ഇപ്പോൾ ഈ നിമിഷം വരെ സംസാരിച്ചിരുന്ന സ്ത്രീ. അവർ തൻ്റെ ഒപ്പം കഴിച്ച മിഠായിയിൽ പൊട്ടാസ്യം സയനൈഡ് ചേർത്തിരുന്നോ? അപ്പോൾ തനിക്ക് തന്നതോ? ഇല്ല. തൻ്റെ ഒപ്പം മധുരം കഴിച്ച്
ആഘോഷിക്കാൻ. മാഡം, അവൻ്റെ സ്വരം തൊണ്ടയിൽ അമർന്ന് ഞെരിഞ്ഞു. നോവൽ അവസാനിക്കുന്നു. എല്ലാവരുടെയും സഹകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും സഹകരണം ഉണ്ടാകുമല്ലോ.